ഹലോ, നമസ്കാരം. പല ആളുകളും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് വളരെ താമസിച്ച് പോകാറുണ്ട്. ഞാൻ കാണുന്ന പല കസ്റ്റമേഴ്സും പലപ്പോഴും എന്നെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടെ പറയാറുണ്ട്, എനിക്ക് ഇത്ര പ്രായമായി, ഞാൻ ഇതുവരെ ഇത് ചെയ്തില്ല, പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. അത് ഇപ്പോഴത്തെ ജനറേഷനോട് പ്രത്യേകിച്ചും. ഇന്ന് എല്ലാവർക്കും കിട്ടുന്ന പൈസ എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് മാത്രമാണ് ചിന്ത. നാളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അതുപോലെ തന്നെയാണ് കൂടുതൽ ആളുകളും അധികം നാളത്തേക്കൊന്നും ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് അടയ്ക്കാനായിട്ട് താല്പര്യപ്പെടുന്നേയില്ല. അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ലൈഫിനെയാണ് നമ്മൾ അവിടെ ഇൻഷുർ ചെയ്യുന്നത്. അത് പെൻഷൻ ആയിക്കോട്ടെ, മറ്റു രീതിയിലുള്ള ഫണ്ട് രൂപീകരിക്കലായിക്കോട്ടെ, നമ്മുടെ ലൈഫിനെയും കൂടി ഇൻഷുർ ചെയ്യുകയാണ് ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 വർഷമോ 10 വർഷമേ അടയ്ക്കുന്നുള്ളൂ എങ്കിൽ അത് കഴിഞ്ഞ് നമ്മളുടെ ജീവിതം ബാക്കിയുണ്ട്. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ടോ, സെക്യൂർ ആക്കുന്നുണ്ടോ? ഇൻ കേസ് നമ്മളില്ലാതെ ആയാൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു സുരക്ഷിതത്വം ആണ് നമ്മളവിടെ ഇൻഷുർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും അതിനോട് താല്പര്യം കാണിക്കാത്തത്. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ 60 വയസ്സ് അതാണ് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ IT ഫീൽഡൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് തന്നെ അവർ ഒഴിവാക്കുകയാണ് പലരെയും. കാരണം അവരുടെ എഫിഷ്യൻസി കുറയുന്നു. അവർക്ക് പുതിയ പുതിയ ആളുകളെ എടുക്കാം, വളരെ കുറഞ്ഞ സാലറിയിൽ അവരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാം. അവരുടെ എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും, പുതിയ ആൾക്കാർ, ചെറുപ്പക്കാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ അങ്ങനെ ഒരു ചിന്തയിലേക്കും ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ ജോലി ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ 40-45 വയസ്സിൽ അവർ റിട്ടയർഡ് ആവുകയാണ് ശരിക്കും. നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ, അത് ഏത് ജോലിയും ആയിക്കോട്ടെ, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വരുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ജോലിക്കൊന്നും പോകാൻ ഇല്ലാതെ, വരുമാനമില്ലാതെ വരുന്ന ആ ഒരു കാലഘട്ടം, അതിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് അനുയോജ്യമായിട്ട് നമ്മളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ നേരത്തെ രൂപീകരിച്ച് വെക്കുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എത്രയും നേരത്തെ തന്നെ അതിനു വേണ്ട പ്ലാൻ ചെയ്യണമെന്ന്. നമ്മൾ വെറുതെ 4-5 വർഷം കൊണ്ടൊന്നും നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധ്യമല്ല. കാരണം നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എത്ര വർഷം നമ്മൾ ജീവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം ഒരു ഏജ് അനുസരിച്ചിട്ടൊക്കെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മാത്രം. ഇന്ന് നമ്മൾ ചിലവാക്കുന്ന ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 10-20 വർഷം കഴിയുമ്പോൾ എത്ര ഇരട്ടിയായിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ ആ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഫണ്ട് അവിടെ കരുതണ്ടേ? അപ്പോൾ വെറും 5 വർഷം കൊണ്ടൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ഏർലി തന്നെ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ പോലും ചില ആളുകൾ ഇതൊന്നും ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യാം. അവരുടെ മുന്നിൽ അതിനുള്ള ടൈമുണ്ട്. അത് തുടങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്ന് തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പഴയ ആളുകളാണെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിന് കാലം അടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അവരിപ്പോൾ ആകെ ടെൻഷനിലാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം ഇതുവരെ ഒന്നും കരുതി വച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ചെറിയ രീതിയിലെങ്കിലും ഒരു 5 വർഷം അടയ്ക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 വർഷമോ 10 വർഷമോ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നെങ്കിലും അതിന് വേണ്ട പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ ഒരു കാലഘട്ടം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കഴിയാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ അതിനകത്തേക്ക് സേവ് ചെയ്യാനും ശ്രമിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് അധികം ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും ആശ്രയിക്കാതെ, മക്കളെ പോലും വിഷമിപ്പിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം ചെലവിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.